മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ദേരിന്റെ വ്യാജ പതിപ്പ് ടെലിഗ്രാം വഴി പ്രചരിക്കുന്നു. ക്രിസ്മസ് ചിത്രമായ റിലീസ് ചെയ്ത ചിത്രം ആദ്യ 9 ദിവസം കൊണ്ട് തന്നെ 50 കോടി ക്ലബിൽ ഇടം പിടിച്ച പ്രദർശനം തുടരുമ്പോഴാണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, വ്യാജ പതിപ്പാണ് പ്രചരിക്കുന്നത്. ഇതിനെതിരെ നിർമ്മാതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള പരാതി നൽകിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ 21-നാണ് നേരെന്ന മോഹൻലാൽ ചിത്രം ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ റിലീസ് ചെയ്തത്. ഇത് വലിയ രീതിയിൽ തിയേറ്ററുകളിൽ ശ്രദ്ധേയമാകുന്ന തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നത്. ഇത് ഏതാനും ദിവസങ്ങളായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ആദ്യ 9 ദിവസം കൊണ്ട് തന്നെ 50 കോടി രൂപ കളക്ഷൻ നേടി വലിയ രീതിയിൽ മുന്നേറുമ്പോഴാണ് ചിത്രത്തിന് തിരിച്ചടിയാവുന്ന വിധത്തിൽ ഇത്തരത്തിൽ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നത്. തിയേറ്ററിൽ നിന്നും വീഡിയോ പകർത്തിയതാണ് എന്നതും നമുക്ക് വ്യക്തമാണ്. അതിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അതിൽ പ്രേക്ഷകരുടെ കയ്യടിയും മറ്റും ഇടയ്ക്ക് നമുക്ക് കേൾക്കാൻ കഴിയും. അത്തരത്തിൽ പ്രധാന സീനുകളിലൊക്കെയും അത്തരം കയ്യടിയും മറ്റും നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് പകർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വ്യാജമായി പകർത്തിയതാണ് എന്നതും വ്യക്തമാണ്. ഇത് പ്രിന്റ് വേറെ ഒരു പണിയുമില്ലേ എന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പിലൂടെയാണ് ഇത് പ്രധാനമായും പ്രചരിക്കുന്നത്. ഇത്തരത്തിൽ ടെലഗ്രാമിലൂടെ തന്നെയാണ് കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കാനും ശ്രമിക്കുന്നത്. ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെയും ഇതിനകത്തുണ്ട്. മറ്റു ചില സ്വകാര്യ പരസ്യങ്ങൾ കൂടി ഇതിനകത്ത് എഴുതി കാണിച്ചുകൊണ്ടാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നത്. സിനിമ പൂർണ്ണമായും തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ സലാർ എന്ന ക്രിസ്മസ് റിലീസ് ചിത്രമായ സലാറിന്റെയും വ്യാജ പതിപ്പ് പ്രചരിക്കുന്നുണ്ട്. ഇതിനെതിരെ പോലീസ് എന്ന നടപടി സ്വീകരിക്കുമെന്നതും നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. ഇതിന്റെ പ്രൊഡ്യൂസറുമായോ സംവിധായകനുമായോ മറ്റോ നമുക്ക് കൃത്യമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്തു തന്നെയായാലും ഇത്തരത്തിൽ സിനിമ പ്രചരിപ്പിക്കുന്നത് നിയമവിരുദ്ധമായി തന്നെയാണ് എന്നത് വ്യക്തമാണ്. KP സുരേഷ്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.